ഈ 2 കളേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഹുക്ക് ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് ഈ ഉള്ളിൽ ഈ പുറത്തുള്ള ഈ യാണ് നമുക്കിങ്ങനെ വലിച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലെ സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 1 2 3 പ്ലസ് 3 ചെയിൻ 1 2 3 ടോട്ടൽ 6 ചെയിൻ. സർക്കിളിനുള്ള DC, ചെയിൻ 1 2 3 സർക്കിളിനുള്ളിൽ DC, ചെയിൻ 1 2 3 DC, 3 ചെയിനും കൂടെ ചേർത്ത് 1 2 3 4 DC ആണുള്ളത്. നമുക്കിതൊന്ന് അടുപ്പിക്കാം, ചേർത്ത് വെക്കാം. ചെയിൻ 1 2 3 1 2 3 തേർഡ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച്. ഇതാണ് ഫസ്റ്റ് റൗണ്ട്. നെക്സ്റ്റ് റൗണ്ട് ഈ 3 ചെയിനുള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച് 1 2 3 DC, സെയിം സ്പേസിൽ DC, വീണ്ടും 3 DC 1 2 3. ടോട്ടൽ ഈ ഒരു 3 ചെയിനുള്ളിൽ 1 2 3 4 5 6 ഈ 3 ചെയിൻ 1 DC ആയിട്ടാണ് കണക്കാക്കുന്നത്. 6 DC. ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് ഈ മിഡിലെ ചെയിനിൽ ഒന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് വീണ്ടും 3 ചെയിനുള്ളിൽ 6 DC 1 2 3 4 5 6. ചെയിൻ 1 2 3 4 5. നെക്സ്റ്റ് ഈ 3 ചെയിൻ്റെ സ്പേസിലും ഈ 3 ചെയിൻ്റെ സ്പേസിലും 6 DC വീതം ചെയ്യണം. സ്പേസിൽ 6 DCs 1 2 3 4 5 6. Chain 1 2 3 4 5. 1 2 3 third chain slip stitch. Next round chain 1 2 3. next chain la half DC, next chain half DC. എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒരൊറ്റ ചെയിൻ ആക്കാം. ചെയിൻ 2 1 2. നെക്സ്റ്റ് വീണ്ടും ഹാഫ് DC, ഹാഫ് DC, ഹാഫ് DC ചേർന്ന് 1 ചെയിൻ. ചെയിൻ 1
2 ഈ സ്പേസിൽ ഈ 5 ചെയിൻ ചെയ്തേക്കുന്ന സ്പേസിൽ DC, ചെയിൻ 1 2 3 4 5, വീണ്ടും ഈ ഒരു സ്പേസിൽ DC, ചെയിൻ 2, സെയിം ഈ 5 ചെയിൻ്റെ സ്പേസ് തന്നെയാണ് ചെയിൻ ഇത് ചെയ്തേക്കുന്നത്, DC ചെയ്തേക്കുന്നത്, ചെയിൻ 2. നെക്സ്റ്റ് ചെയിനിൽ ഹാഫ് DC, ഹാഫ് DC, ഹാഫ് DC. ചെയിൻ 1 2, നെക്സ്റ്റ് വീണ്ടും 3 ചെയിൻ, ഹാഫ് DC, ഹാഫ് DC, ഹാഫ് DC. ചെയിൻ 1 2 5 ചെയിൻ്റെ സ്പേസിൽ DC, ചെയിൻ 1 2 3 4 5, സെയിം 5 ചെയിൻ്റെ സ്പേസിൽ DC, ചെയിൻ 1 2, വീണ്ടും സെയിം ഇതേപോലെ തന്നെ ചെയ്യണം നമുക്ക്, ഹാഫ് DC, ഹാഫ് DC. ഈ റൗണ്ട് ഫുള്ളും ഇതേപോലെ തന്നെ ചെയ്തിട്ട് വരാം. ചെയിൻ 1 2 1 2 3, ഈ ചെയിനിൽ അതായത് 1 2 3 ഈ 4th ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 ഞാൻ കട്ട് ചെയ്യാം. ഈ ഒരു ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതായത് ഈ പൊങ്ങിയിരിക്കണം ആ സ്പേസിൽ, ഈ ക്ലസ്റ്റർ ചെയ്ത സ്പേസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യാണ് ഇതേപോലെ സൈഡിലേക്ക് ഇടാം. ചെയിൻ 1 2 3 3 ചെയിൻ, ഈ 2 ചെയിൻ്റെ സ്പേസിൽ 1 DC 2 DC. നെക്സ്റ്റ് ചെയിൻ DC, നെക്സ്റ്റ് 2 ചെയിൻ സ്പേസിൽ 2 DC 1 2. നെക്സ്റ്റ് ചെയിൻ 1 DC, നെക്സ്റ്റ് ഇവിടെ ഈ 5 ചെയിൻ്റെ സ്പേസിൽ DC, ചെയിൻ 1 DC, ചെയിൻ 1 2 3 4 5, 5 ചെയിൻ സ്പേസിൽ തന്നെ DC, ചെയിൻ 1
DC, നെക്സ്റ്റ് ഈ ചെയിൻ്റെ സ്പേസിൽ DC, നെക്സ്റ്റ് 2 ചെയിൻ്റെ സ്പേസിൽ 2 DC, 1 and 2. നെക്സ്റ്റ് വീണ്ടും ഈ ഒരു സ്പേസിൽ DC, 2 ചെയിൻ്റെ സ്പേസിൽ 2 DC, നെക്സ്റ്റ് ഈ ചെയിനിൽ DC, നെക്സ്റ്റ് വീണ്ടും 2 DC, 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 chain 1, DC, chain 5, DC. ഇതേപോലെ ഈ റൗണ്ട് ഫുള്ളും ചെയ്തിട്ട് വരും. ഈ റൗണ്ട് ലാസ്റ്റ് DC, chain 1, DC, chain 1, 2, 3, 4, 5, DC, chain 1, DC, next DC, 2 DC. One, 2, 3, third chain, slip stitch. ഈ ഒരു സ്പേസിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 DC ആണ് വരുന്നത്. നെക്സ്റ്റ് റൗണ്ട് ചെയിൻ 1. ഈ ചെയിൻ 1 ഒരു സിംഗിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. 1, 2, 3, 4, 5. ടോട്ടൽ 6 ചെയിൻ. സ്കിപ്പ് 1, 2 ചെയിൻ. നെക്സ്റ്റ് ചെയിൻ സിംഗിൾ ക്രോഷ്യ. ചെയിൻ 1, 2, 3, 4, 5. Skip 2 chain. Next chain single crochet. Chain 1, 2, 3, 4, 5. Chain 5. Skip 1, 2 chain. Next chain single crochet. Chain 1, 2, 3, 4, 5. സ്പേസിൽ ഈ 5 ചെയിൻ്റെ സ്പേസിൽ സിംഗിൾ ക്രോഷേ. 1, 2, 3, 4, 5. സെയിം 5 ചെയിൻ്റെ സ്പേസിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1, 2, 3, 4, 5. ഈ ചെയിനിൽ സിംഗിൾ ക്രോഷേ. Chain 1, 2, 3, 4, 5. Skip 2 chain. Next chain single crochet. Chain 5. Skip 2 chain. Next chain single crochet. ഇതേപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. Chain 1, 2, 3, 4, 5. First chain slip stitch.
ചെയിൻ 1